നമസ്കാരം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം എങ്ങനെ മനസ്സിൽ തന്നെ ആദ്യം സൃഷ്ടിക്കാമെന്ന് ഇന്ന് നോക്കാം. നാം ദിവസവും ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തീരുമാനങ്ങളെയും പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്നു. ആദ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം വ്യക്തമായിട്ട് എഴുതി വെക്കണം കേട്ടോ. തുടർന്ന് അത് ഇതിനകം നേടിയതുപോലെ ഓരോ ദിവസവും ഏതാനും നിമിഷങ്ങൾ മനസ്സിൽ കാണുക. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ചെറിയ പ്രവൃത്തികൾ ഉടൻ തന്നെ ആരംഭിക്കുക. ഓർക്കുക, മാനിഫെസ്റ്റേഷൻ എന്നത് വെറും ആഗ്രഹിക്കുന്നതല്ല. വ്യക്തമായ ലക്ഷ്യം, പോസിറ്റീവ് മനോഭാവം, സ്ഥിരമായ പ്രവർത്തനം എന്നിവയുടെ കൂട്ടായ്മയാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ ലക്ഷ്യം ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിലേക്കുള്ള ആദ്യ ചുവടും വയ്ക്കൂ. എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ വന്നിട്ട് നമ്മളുടെ കമൻറ്റിൽ പറയണം കേട്ടോ. ഇന്ന് നമുക്ക് ഹൃദയത്തിൻ്റെ നിശബ്ദതയിലേക്ക് ഒരു ചെറിയ യാത്ര പോകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ആദ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി കാണുക. ഓരോ ശ്വാസത്തോടും കൂടി ഞാൻ ദൈവിക അനുഗ്രഹങ്ങൾക്ക് അർഹനാണ്, എൻ്റെ നന്മ എനിക്ക് നേരെ ഒഴുകി വരുന്നു എന്ന് മനസ്സിൽ ആവർത്തിച്ചു പറയുക. നിങ്ങളുടെ ലക്ഷ്യം ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അത് ഒന്നെങ്കിൽ 11 പ്രാവശ്യമാകാം, അല്ലെങ്കിൽ 21 പ്രാവശ്യം, 108 പ്രാവശ്യം. അത് നമ്മൾക്ക് എത്രയാണോ എഴുതാൻ പറ്റുന്നത് അത്രയും ഒരു ദിവസം എഴുതാമെങ്കിൽ നല്ലതാണ്. അത് എന്നിട്ട് നമ്മൾ എഴുതുന്ന ആഗ്രഹം സഫലമായതുപോലെ നന്ദിയോടെ അനുഭവിക്കുക. നമ്മൾ ആ ഒരു എഴുതിയ ആഗ്രഹം നമ്മളിലേക്ക് വന്നു എന്ന് കഴിഞ്ഞുള്ള ആ ഒരു അനുഭവം നമ്മളിൽ ഉണ്ടാവണം. ഈ നന്ദിയുടെ ഭാവം നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും പ്രകാശിപ്പിക്കും. ഓർക്കുക, ശക്തമായ ആത്മീയമായ മാനിഫെസ്റ്റേഷൻ എന്നത് വെറും ആഗ്രഹമല്ല, വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും പ്രചോദിതമായ പ്രവർത്തനത്തോടെയും ജീവിതത്തെ വരവേൽക്കലാണ്. ഇന്ന് ഒരു നിമിഷം നിശബ്ദമായി ഇരിക്കുക. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കുക. പിന്നെ ആ ദിശയിലേക്ക് ഒരു ചെറിയ ചുവട് വെക്കുക. നിങ്ങളുടെ വരാനുള്ള ആ നന്മയിലേക്ക് സമാധാനത്തോടെയും അനുഗ്രഹത്തോടെയും നിങ്ങൾ പൂർണ്ണ മനസ്സോടെ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. നമ്മളുടെ ചിന്തകൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക. അതിലേക്ക് നെഗറ്റിവിറ്റി ഒന്നും തന്നെ വരാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ഒരു 5000 രൂപ വേണം. അപ്പോൾ അത് എനിക്ക് കിട്ടിയതായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നു. അപ്പോൾ ആ 5000 രൂപ കിട്ടുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാനാണ് പോകുന്നത് എന്നുള്ളത് എനിക്ക് കിട്ടി, ഞാനത് ചെയ്തു കഴിഞ്ഞു എന്നുള്ളൊരു സംതൃപ്തിയോടെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അല്ലാതെ എനിക്കത് കിട്ടുമോ, അത് എന്നിലേക്ക് വരുമോ എന്നുള്ള ഒരു ഡൗട്ട് നമുക്ക് പാടില്ല. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ നമ്മൾ 11 പ്രാവശ്യമോ 21 പ്രാവശ്യമോ 108 പ്രാവശ്യമോ നമ്മൾ ഒരു ബുക്കിൽ എഴുതി വെക്കാമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റ് ഉടനെ നമ്മളുടെ തള്ളവിരലും ചൂണ്ടുവിരലും കൂടി നന്നായി അമർത്തി പിടിച്ച് കൈവെള്ളയിലേക്ക് നോക്കിയിട്ട് ഞാൻ സമ്പത്തിനെ ആകർഷിക്കുന്ന കാന്തമാണ്, സമ്പത്തിനിലേക്ക് അനായാസം ഒഴുകിയെത്തുന്നു എന്ന് നമ്മൾ ഒരു 4 പ്രാവശ്യം പറഞ്ഞു നോക്കൂ കേട്ടോ. ഇത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും സമാധാനവും അനുഗ്രഹവും നിങ്ങളുടെ വഴിയിൽ നിറയട്ടെ. നന്ദി.